അത് ഇലക്ഷൻ കമ്മീഷൻ പണി പറ്റിച്ചാ നമുക്ക് ഞാൻ പാടെ 20 ദിവസമല്ലേ ഉള്ളൂ. ഇല്ല, പാലായെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന വികസനത്തിനൊപ്പം ഇവിടെ ഒരു തലമുറ തന്നെ ഈ നാട്ടിൽ ഇല്ലാതായിരിക്കും. 50% പോലും ഈ നാട്ടിലില്ല. അപ്പോൾ അവർക്കൊക്കെ തിരിച്ചു വന്ന് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കണം. അത് BJP യെ കൊണ്ടേ പറ്റും, അത് മോദിജിയെ കൊണ്ട് പറ്റും. 3 മുന്നണികളിലും സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതോടെ പാലാ പ്രചരണ ചൂടിലാണ്. NDAയുടെ സ്ഥാനാർത്ഥി ഷോൺ ജോർജ് ആണ്. ഏതാണ്ട് 2-3 മാസം മുൻപ് തന്നെ ഷോൺ ജോർജ് ഇവിടെ കേന്ദ്രമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രചരണം അതുകൊണ്ട് തന്നെ വേഗത്തിൽ ആക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ വലിയൊരു മാറ്റമുണ്ടാകും പാലായിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രചരണത്തിനായി എത്തിയിരിക്കുന്നത്. നമുക്ക് ഷോൺ ജോർജിനോട് ചോദിക്കാം. പ്രചരണം ഫാസ്റ്റാണ്. നമുക്ക് നിൽക്കാൻ സമയമില്ല. അത് ഇലക്ഷൻ കമ്മീഷൻ പണി പറ്റിച്ചാ നമുക്ക് ഞാൻ പാടെ 20 ദിവസമല്ലേ ഉള്ളൂ. ഇനി നിൽക്കാൻ സമയമില്ല. 2 മാസം മുന്നേ ഇവിടെ ഉണ്ടായിരുന്നോ ഈ പാലായില്? ഞാൻ ഓൾമോസ്റ്റ് 3 മാസമായിട്ട് ഞാൻ പാലായിലുണ്ട്. പാലായിൽ എനിക്ക് ഈ സംഘടനാ ചുമതലയും പാർട്ടിയുടെ ഇൻചാർജ് എന്ന നിലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തയ്യാറാക്കാനുള്ള ഒരു സൂചന എന്നോട് തന്നിരുന്നു. അപ്പോൾ ഇൻചാർജ് ഞാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാർട്ടി ക്രമീകരിക്കാൻ 2 മാസമായിട്ട് ഞാൻ പാലായിലുണ്ട്. എന്താണ് ഈ പാലയിലുള്ള ആളുകളുടെ പ്രതികരണം? ഇവരോട് ചോദിക്കുക. ഗംഭീരമാണ്. അല്ല, എൻ്റെ കൂടെ ഒരു 10 മിനിറ്റ് അടക്കുമ്പോൾ മാറ്റും ഒരു സംശയം. എന്തൊക്കെയാണ് NDA മുന്നോട്ട് വയ്ക്കുന്നത്? ഇല്ല, പാലായെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന വികസനത്തിനൊപ്പം ഇവിടെ ഒരു തലമുറ തന്നെ ഈ നാട്ടിൽ ഇല്ലാതായിരിക്കും. ഇവിടുന്ന് കുട്ടികളില്ല. ഇപ്പോൾ ഒരു 30 വയസ്സ് താഴെയുള്ള ചെറുപ്പക്കാർ 50% പോലും ഈ നാട്ടിലില്ല. അപ്പോൾ അവർക്കൊക്കെ തിരിച്ചു വന്ന് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കണം. അത് BJP യെ കൊണ്ടേ പറ്റും, അത് മോദിജിയെ കൊണ്ട് പറ്റും. ഇപ്പോൾ ഇവിടെ എല്ലാവരും സന്തോഷത്തോടു കൂടിയല്ല വിദേശത്തോട് മക്കളെ പറഞ്ഞു വിടുന്നത്. വേറെ ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ നാട്ടിൽ എല്ലാ സാഹചര്യങ്ങൾ കൊണ്ടും അനുയോജ്യമായ ഈ നാട്ടിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു അത്തരത്തിലൊരു മുന്നേറ്റം ഈ നാട്ടിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് തിരിച്ചു വന്ന് ജീവിക്കാൻ കഴിയണം.